ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ആദ്യലീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചെമ്മീൻ തീയലിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യലീസ് കിച്ചൺ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ. ആദ്യം നമുക്കൊരു ചട്ടിയിലേക്ക് ചേന ചേർത്ത് കൊടുക്കാം. 400 ഗ്രാം ചേനയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് വലിയ 3 മുരിങ്ങക്കായ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 150 ഗ്രാം ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി നമ്മൾ ജസ്റ്റ് ഒന്ന് 2 പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 300 ഗ്രാം ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. പഴുത്ത വലിയ 3 തക്കാളി കട്ട് ചെയ്തതും ഒരു 3-4 പച്ചമുളക് രണ്ടായിട്ട് കീറിയതും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതങ്ങ് അടച്ച് വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിന് 2.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചീനിച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 2 തണ്ട് കറിവേപ്പിലയും ഒരു 4-5 ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡെസിക്കേറ്റഡ് കൊക്കനട്ടാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കറിക്ക് ഈ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് എടുക്കുന്നത്. സാധാരണ തേങ്ങയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഉണക്ക തേങ്ങയാണ് ഏറ്റവും നല്ലത്. വറുത്തരച്ച കറികൾക്കൊക്കെ ഏറ്റവും നല്ലത് ഉണക്ക തേങ്ങ തന്നെയാണ്. ഇനി ഉണക്കത്തേങ്ങ ചിരകി എടുത്തതിന് ശേഷം മിക്സിയുടെ കപ്പിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം ഇത് നമ്മൾ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തേങ്ങ വറുത്ത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് കൈ എടുക്കാതെ തന്നെ ഒരു 2-3 മിനിറ്റ് നമ്മളിത് വറുത്തെടുക്കേണ്ടതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. നമ്മുടെ കറികളുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. തേങ്ങ ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കങ്ങ് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ പൊടികൾ ചേർത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റും കൂടി നമ്മൾ സിമ്മിലിട്ടിട്ട് തന്നെ തേങ്ങ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പം നമ്മൾ ആ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് തേങ്ങയുമായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നല്ലൊരു മണമായി കിട്ടുന്നതാണ്. ഇപ്പം നമ്മുടെ തേങ്ങയും പൊടികളും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തേങ്ങ ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ കപ്പിലേക്ക് ഇട്ടിട്ട് ഇതങ്ങ് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വറുത്തെടുക്കുന്ന തേങ്ങ ഏത് കറികൾക്കാണെങ്കിലും പൊടിച്ചതിന് ശേഷമേ നമ്മളത് അരച്ചെടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അത് നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടത്തില്ല. ഇപ്പം നമ്മൾ തേങ്ങ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതങ്ങ് അരച്ചെടുക്കാം. നമ്മൾ അരപ്പ് തയ്യാറാക്കിയ സമയം കൊണ്ട് തീയലിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അത്യാവശ്യം വേവുള്ളതാണ് ചേന. ചേന വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇതുപോലൊരു പീസ് എടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് വേവ് അറിയാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ മിക്സിയിൽ ഒഴിച്ചിട്ട് മിക്സി കഴുകി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചക്കറി വേവിക്കാനായിട്ട് വെച്ച സമയത്ത് അത്യാവശ്യം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളം കൂടി പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ കറി ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് കാണാം. ആ ടൈമിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കറി ഒന്ന് താളിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 2-3 ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകും
ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും 1-2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ കടുകൊക്കെ താളിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈകളൊക്കെ പൊള്ളാറുണ്ടല്ലേ, അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് താളിച്ചെടുക്കുക. അപ്പോൾ നല്ല സേഫ് ആയിരിക്കും. ഇനി നമുക്ക് താളിച്ചെടുത്തിട്ടുള്ളത് കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കറി തുറന്ന് മിക്സ് ചെയ്തെടുക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ താളിച്ചെടുത്തതിൻ്റെ നല്ലൊരു സ്മെല്ല് നമ്മുടെ കറികൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായും ഈ ഒരു തീയലിൻ്റെ റെസിപ്പി, ചെമ്മീൻ തീയലിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ആദ്യ ആലീസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.